ത്യാഗരാജ സ്വാമിയുടെ ഒരു കോമ്പോസിഷൻ ഉണ്ട്. അതിലെല്ലാ ഒരേ ട്യൂണാണ്, എല്ലാ ചരണത്തിലും ഒരു ലെറ്റർ വീണ്ടും 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 വരും. അപ്പൊ വര ലീല ഗാനലോലാണ്. അപ്പൊ ലാ എന്നുള്ള വര ലീല, ലീ തന്നെ ഓൾറെഡി വന്ന് വര ലീല ഗാനലോല സുരപാല സുഗുണജാല ഭരിത നീല ഗള ഹൃദാലയ ശ്രുതി മൂല സുകരുണാല വാല പാലയാശുമ. ഇതാണ് ഒരു ലൈൻ. അപ്പൊ എല്ലാ ചരണത്തിലും ഒരു ലെറ്റർ ഇങ്ങനെ വരും. അതിൽ ഒരെണ്ണത്തിൽ വരുന്നേ ഇത് വരലീല ഗാനലോല സുരപാല സുഗുണജാല ഭരിത നീലകള ഹൃദാലയ ശ്രുതിമൂല സുകരുണാല ബാല പാലയാശുമാം. ഇത് വെസ്റ്റേൺ മ്യൂസിക് ആയിട്ട് അദ്ദേഹം എടുത്തൊരു ട്യൂണാണ്. അതില് മുനി ചിന്തനീയ സ്വാന്ത വരും. അപ്പോൾ ഇപ്പൊ തത്ത, തത്തമ്മ എന്ന് പറയുന്നത് സെക്കൻഡ് തത്ത അല്ല, ഫസ്റ്റ് താഴെ പോലെ മുനി ചിന്ത, ചിന്ത എന്നില്ല. പക്ഷെ മലയാളികൾ പാടുമ്പോൾ മുനി ചിന്തനീയ സ്വാന്ത എന്ന് വരും. ചിന്തനീയ അല്ല, സ്വാന്തയല്ല, ചിന്തനീയ സ്വാന്ത നരകാന്തക നിഗമാന്ത ചരണകാന്ത കുശ ലവാന്ത രഹിത ദാന്ത കുജ വസന്ത സന്തതാന്തക സ്തുത. അപ്പൊ ഇത്രയും താ വരും, സന്തത അന്തക സ്തുത. അപ്പൊ മുനിചിന്തനീയ സ്വാന്ത നരകാന്തക നിഗമാന്ത ചരണകാന്ത കുശലവാന്ത രഹിതദാന്ത കുജ വസന്ത സന്തതാന്തക സ്തുത. ഇത് മുനിചിന്തനീയ സ്വാന്ത നരകാന്തക നിഗമാന്ത ചരണകാന്ത കുശലവാന്ത രഹിതദാന്ത കുജ വസന്ത സന്തതാന്തക. അത് സന്തതാന്തക. അപ്പൊ നമുക്ക് നാക്ക് മുകളിലത്തെ പല്ലില് ഹിറ്റ് ചെയ്യുന്ന ഫീൽ ചെയ്യണം. അതാണ് മലയാളി ഫ്ലേവർ വരുന്നത്. രണ്ട് മൂന്ന് കാര്യങ്ങൾ. പിന്നെ ചില ആൾക്കാർ ഈ ഗോപാല എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മൾ തിരുവനന്തപുരം മലയാളം എന്ന് പറയപ്പെടുന്ന മലയാളത്തിൽ ഈ GO ഗോപാലയ്ക്ക് ഒരു GWO ഗോപാല. ശരി. അപ്പൊ ഗോപാല ഗോകുല വല്ലഭി പ്രിയ ഗോപ ഗോസുതവല്ലഭം. ഗോപ ഗോ എന്ന് പറയുമ്പോഴേ നല്ല സൗണ്ട് വരും. അപ്പൊ അത് വരും ഗോ. ഏലി, ഏലി എന്ന് എന്ന് പറയുമ്പോൾ വൈ കൂടെ ചേരും. ഇല്ല ഏ. അങ്ങനെ. പക്ഷെ നമ്മള് കേട്ട് കേട്ട് ഒരു പെർട്ടിക്കുലർ ചൊവ്വ ശീലിച്ചുകൊണ്ട് നമുക്കത് വികലമായിട്ട് തോന്നൂല. ഇത് കേട്ട് ശീലമുണ്ട് അവർക്ക്. പക്ഷെ പുറകിൽ നിന്നുള്ള വെളിയിൽ നിന്നുള്ള ഒരാൾ കേൾക്കുമ്പോൾ ഇതിന്റെ ഒരുമാതിരി എന്ന് പറയുന്നത് എന്തോ തോന്നും കർണാട്ടിക് മ്യൂസിക്കിനെ കുറിച്ച്. അപ്പൊ ഞാൻ അങ്ങനത്തെ ആൾക്കാരടുത്ത് ഈ കർണാട്ടിക് മ്യൂസിക് കേട്ട് ശീലമില്ലാത്തവരോട് ഞാൻ ഒരുപാട് സംസാരിക്കും. ഇപ്പൊ താങ്കൾ എന്നെ അഭിമുഖം ചെയ്യാൻ വന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് സംസാരിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം മറ്റേ ആൾ പറയുന്നത് കേൾക്കുന്നതാണ്. ഇങ്ങനെ ഇപ്പൊ ടാക്സിയിൽ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പാട്ട് അവരിടുക, SP ബാലസുബ്രഹ്മണ്യം അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് ഈ ടാക്സിക്കാരനെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കും. അപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയും മ്യൂസിക്കിനെ കുറിച്ച്. അപ്പൊ ഞാൻ അത് വളരെ ശ്രദ്ധിച്ച് കേട്ടോട്ടെ. ഞാൻ അങ്ങനത്തെ ആൾക്കാരെ ഇന്നസെന്റ് ലിസണർ. അവർക്ക് കല്യാണി എന്താ, ശങ്കരാഭരണം എന്താ, ത്യാഗരാജൻ ആരാ ഒന്നും അറിയില്ല. അവർക്ക് കേൾക്കുന്നത് ഇത് ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഇഷ്ടം, ഇത് എന്തുകൊണ്ടാണ് ഇഷ്ടം, അപ്പോൾ ഒരു കാരണം പറയും. അല്ലെങ്കിൽ ഇതത്ര ഇഷ്ടമല്ല. അങ്ങനെ ഒരു ജനറൽ ഒരു പൾസ് കിട്ടും, ഒരു ലിസണറുടെ പൾസ്. മറ്റേ നമ്മൾ സ്വയം അഹംഭാവം വന്നു കഴിഞ്ഞാൽ ഞാൻ കല്യാണി തോടിയൊക്കെയാണ് പാടുന്നത്, അത് ഈ ടാക്സിക്കാരന് ഇഷ്ടമല്ലയോ, അയാൾക്ക് ഈ ഹൈ ലെവൽ മ്യൂസിക് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ജ്ഞാനമില്ല എന്ന് അവരെ താഴ്ത്തിയാട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആൾക്കും ഇഷ്ടപ്പെടണം. ഇതിന് കലർപ്പ് വെള്ളം ചേർക്കാൻ പാടില്ല, കലർപ്പ് വരുത്താൻ പാടില്ല. ശുദ്ധ സംഗീതം ശുദ്ധമായിട്ട് തന്നെ പ്രിസർവ് ചെയ്യണം. എങ്കിലും അത് അതിന്റെ ഒറിജിനൽ ഫോമിൽ തന്നെ എല്ലാവരെയും എത്തിക്കുകയും വേണം. അതാണ് വലിയ ചലഞ്ച്. മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഫ്യൂഷൻ എന്നുള്ള പേരിൽ തബല വായിക്കുന്ന ജാക്കിർ ഹുസൈൻ എന്ന് പറഞ്ഞാൽ, ജാക്കിർ ഹുസൈൻ തബലയിലെ ഒരു അഗ്രഗണ്യനാണ്. അപ്പൊ അത് അത്രയും ഓത്തന്റിക് ആയിട്ടുള്ള വിഷയം കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പലരുമായിട്ട് ഫ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അത് റിതമിലാകുമ്പോൾ ഫ്യൂഷൻ എളുപ്പമാണ്. വെച്ചാൽ നമ്മൾ സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും വെസ്റ്റേൺ ആണെങ്കിലും ആഫ്രിക്കൻ ആണെങ്കിലും കൊളംബിയൻ ആണെങ്കിലും 1 2 3 4 എല്ലാവർക്കും 4 ആണ്. അത് മെലഡി വരുന്നില്ല. റിതം വളരെ ഒരു ആൾക്കാരെ ഒന്നിച്ച് കൊണ്ടുവരാൻ പറ്റിയൊരു കാര്യമാണ്. പക്ഷെ മെലഡിയിൽ ഒരു കാര്യത്തിൽ വളരെ സ്ട്രോങ് അല്ലാതെ നമ്മൾ 5-8 കാര്യങ്ങൾ ട്രൈ ചെയ്ത് എല്ലാം ഒരുമാതിരി തെറ്റുപറ്റി പോകുന്നു. പക്ഷെ അതിനൊരു ആനച്ചന്തം എന്ന് പറയുന്ന മാതിരി അതിൻ്റെ പ്രസൻറ്റേഷനും ലൈറ്റും ഡെസിബൽ ലെവലും
ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ കേൾക്കുന്ന പല പരിപാടികൾക്കും എനിക്ക് ആ വോളിയം എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഫിസിക്കലി എനിക്ക് താങ്ങാൻ പറ്റില്ല, അത്രയ്ക്കും ലൗഡായിട്ട്. ഇങ്ങനെ ഈ മുറിയുടെ വലുപ്പത്തിലാണ് ഈ സ്പീക്കറുകൾ ഇങ്ങനെ ഒരു ബിൽഡിംഗ് മാതിരി കെട്ടിവെച്ച് അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ ചില ലൈറ്റ് മ്യൂസിക് പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത് ആ സൗണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പോലും എനിക്ക് ആ വോളിയത്തിൽ കേൾക്കാൻ പറ്റില്ല. അപ്പം അതൊന്നും ഇല്ലാതെ ശരിക്കുള്ള ക്ലാസിക്കൽ മ്യൂസിക് ശരിക്കുള്ള രീതിയിൽ എങ്ങനെ എല്ലാവർക്കും മാക്സിമം പേർക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് വിജയിക്കുമോ ഇല്ലെന്ന് അതിൻ്റെ കാലശേഷമേ അറിയുള്ളൂ. അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്.